ഈ മക്കൾ നമ്മുടെ മുത്ത്, നമ്മുടെ അമാനത്തുകൾ, സ്നേഹിക്കുന്നു നാം അവരെ. അബ്ദുല്ലാഹിബിൻ മുബാറക് ഒരു പഴയ കാല താബി പണ്ഡിതനാണ്. കേൾക്കുക, ജീനിയസുകൾ. അദ്ദേഹം ഒരു സൈന്യത്തിന്റെ നയിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാം. ആ സൈന്യത്തിലെ സങ്കേതത്തിൽ രാത്രി തമ്പടിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണല്ലോ. അദ്ദേഹം പറഞ്ഞു, നാം ചെയ്യുന്ന ഈ ശ്രമം പടച്ചവന്റെ പക്കൽ പ്രതിഫലമുള്ളതാണ്. എന്നാൽ ഇതിനേക്കാളും പ്രതിഫലം കിട്ടുന്ന ചില ആളുകൾ നാട്ടിലുണ്ടെന്ന് പറഞ്ഞു. ആരാന്ന് ചോദിച്ചു ശിഷ്യന്മാർ. അദ്ദേഹം പറഞ്ഞു, തൻ്റെ ഉറങ്ങുന്ന മക്കളുടെ അരികത്ത് വന്ന് നോക്കിയിട്ട് അവർ പുതച്ചിരിക്കുന്ന പുതപ്പൊക്കെ ശരിയല്ലേ എന്ന് നോക്കിയിട്ട് അവരെ നേരെ കെടുത്തി അവരെ പുതപ്പിച്ചു പോകുന്ന ഒരു ഉപ്പയില്ലേ, ആ ഉപ്പാക്ക് നാം ചെയ്യുന്ന ജിഹാദിനേക്കാളേറെ പ്രതിഫലമുണ്ട്. വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിൽ നിന്നും പ്രവാചക വചനങ്ങളിൽ നിന്നും ആശയവും സംസ്കാരവും പഠിച്ചെടുത്ത ഒരു മഹാന്റെ വാക്കുകളാണിത്. അറിയോ, നിങ്ങൾക്കറിയോ മക്കളെ, നിങ്ങൾ കിടന്നുറങ്ങണ ഒരു സ്ഥലത്താവും, ഡീക്കൽ വേറെ സ്ഥലത്താ. ഉമ്മ എടുത്തുകൊണ്ടേ കെടുത്തിയതാങ്ങളെ, ഉപ്പെടുത്തുകൊണ്ടേ കെടുത്തിയതാ. ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ അരികത്ത് വന്നു നോക്കി, കൈയും കാലും മുഖവും ഒക്കെ വെച്ചിരിക്കുന്നത് നേരെയല്ലേ എന്ന് നോക്കി. തണുത്ത് കിടക്കുന്ന കുട്ടിക്ക് പുതപ്പിട്ട് മൂടി കിടക്കുന്നവരാ നിങ്ങളുടെ മാതാപിതാക്കൾ. നിങ്ങൾ ഉറങ്ങിയോ എന്ന് ഉറപ്പ് വരുത്തി നിങ്ങൾക്ക് സമാധാനം വന്നോ എന്ന്. എന്റെ ചോദ്യം ഇതാണ്, ഈ മക്കൾ നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾക്ക് നേരെ പരാതി പറഞ്ഞാൽ സഹിക്കുമോ നിങ്ങൾ? ഈ മക്കൾ ഈ ദുനിയാവിൽ നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിച്ചാൽ പൊറുക്കുമോ നിങ്ങൾ? ചിന്തിക്കാൻ വയ്യ. എന്റെ മകൻ എനിക്ക് നേരെ വിരൽ ചൂണ്ടി ശാസിക്കുന്നത്, എന്റെ മക്കൾ എനിക്ക് നേരെ സംസാരിക്കുന്നത് ഒരു പിതാവെന്ന നിലയ്ക്ക് എനിക്ക് ഓർക്കാൻ പോലും വയ്യ. പക്ഷെ പറ എത്ര പേർക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും സ്വന്തം മക്കളെ പറ്റി? ഇല്ല, അവൻ എന്നോട് അപമര്യാദയായി ഒന്നും പറയില്ല. ഞാൻ പറയുന്നത് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ പോലും അവൻ മിണ്ടാതെ തലകുനിച്ച് പോയേക്കും, അവൾ മിണ്ടാതിരുന്നേക്കുമെന്ന്. ഞാൻ നിങ്ങളോട്, എൻ്റെ രക്ഷകർത്താക്കളോട് സംസാരിക്കുന്ന വശം ഇതാണ്. ഈ മക്കൾ പലതുമാവണമെന്ന് ചിന്തിക്കുന്ന നാം ചിന്തിക്കുക, ഈ മക്കൾ എന്നോടൊരു ശത്രുത കാണിക്കുന്നവനായി തീരരുത്. നാളെ റബ്ബിന്റെ കോടതിയിൽ ഈ മക്കളെ താലോലിച്ച് വളർത്തി കൊണ്ടുവന്നിട്ട് ഈ മക്കൾ എനിക്ക് നേരെ പടച്ചവനോട് പരാതി പറയുന്നവരാവരുത്. അതിനുള്ള തീരുമാനം എന്താണെന്നറിയോ? ഞാൻ തുറന്നു പറയട്ടെ, പല രക്ഷകർത്താക്കളും കാണിക്കുന്ന നിസ്സംഗത അവസാനിപ്പിക്കുക. മകന്റെ തെറ്റുകൾ കണ്ടാൽ, മകളുടെ പോരായ്മ കണ്ടാൽ അതിനെപ്പറ്റി കാമ എന്ന് മിണ്ടാതെ നടക്കുന്ന രക്ഷകർത്താക്കളുണ്ട്. പുരുഷന്മാർ, പിതാക്കൾ പറയാൻ മെനക്കെട്ടാൽ പിതാക്കളെ തടയുന്ന പെണ്ണുങ്ങളുണ്ട്, ഭാര്യമാരുണ്ട്. ഭാര്യമാർ പറയുമ്പോൾ പിതാക്കൾ അവൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മധ്യസ്ഥം പറയാൻ വരുന്നവരുണ്ട്. അരുത്. ഈ മക്കളുടെ ഭാവി എന്താണ്? ഈ മക്കൾ എവിടെയെത്തും? ഇവരെന്ന് കരയും? ഇവരെന്ന് ചിരിക്കും? ഇവരുമ്മാടെ ഗർഭത്തിലിരിക്കുമ്പോൾ എഴുതി വെച്ചതാണ് പഠിച്ചവരാ നമ്മളൊക്കെ. അതിനുള്ള തത്രപ്പാടും ബദ്ധപ്പാടും നാം ചെയ്യണമെന്ന് മാത്രം. ബാക്കി മുഴുവൻ പടച്ചവനോട് പരാതി പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് ആവലാതി പറഞ്ഞ് കരഞ്ഞു തേടുക. പക്ഷെ ആ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും മനസ്സിൽ വെച്ച് പുലർത്തുമ്പോഴും മനസ്സിലൊരു തീരുമാനമുണ്ടാവണം. എന്റെ കുട്ടി ഒരു മുസൽമാനായ കുട്ടിയായി വളരണം. അവൻ പടച്ചവനെ നിന്ദിക്കരുത്, പ്രവാചകനെ നിന്ദിക്കരുത്, ഇസ്ലാമിനെ പുച്ഛിക്കരുത്, വിശുദ്ധ ഖുർആനെ തള്ളിപ്പറയരുത്. ഈ കുട്ടി ഒരിക്കലും ഇസ്ലാമിന് ശത്രുവായി മാറരുത് എന്ന ബോധമുണ്ടായി അശക്തമായ പിടുത്തമുണ്ടാവണം മക്കളിൽ. മാതാപിതാക്കൾ സ്ഥാനം നിർവഹിക്കുക. ഈ മക്കൾക്ക് നിങ്ങളോട് ചിലപ്പോൾ താൽക്കാലികമായ ഒരു വിരോധം തോന്നിയേക്കാം. പക്ഷെ അവർക്ക് കഥയുറക്കുന്ന ഒരു സമയത്ത്, ബോധമുറക്കുന്ന ഒരു സമയത്ത് എന്റെ നല്ലവനായ ഉപ്പ, എന്റെ നല്ലവളായ ഉമ്മ എന്നല്ലാതെ നിങ്ങൾക്കെതിരെ അവരെ നാവുകൾ ചലിക്കില്ല. നേരെ മറിച്ച് ഇപ്പോഴത്തെ കഥയുറക്കാത്ത ഈ കുട്ടിയുടെ പ്രതികരണം ഭയപ്പെട്ട് നിങ്ങൾ നിസ്സംഗരായി മാറുന്നുവെങ്കിൽ, ഇവന് കഥയുറക്കുന്ന ഒരു സമയത്ത്, ഇവൾക്ക് ബോധമുറക്കുന്ന ഒരു സമയത്ത് എന്റെ ഉമ്മ, എന്റെ ഉപ്പ എന്ന് മാന്യമല്ലാത്ത സ്വരത്തിൽ സംസാരിക്കുന്ന ഗതികേടുണ്ടാവും ഈ ദുനിയാവിൽ. ആഖിറത്തിൻ്റെത് ബാക്കിയും ചിന്തിച്ചോളൂ. ഇത് ഞങ്ങളോട് പറയേണ്ടതല്ലല്ലോ എന്നാണ് എനിക്കറിയാം. ഈ ഇരിക്കുന്നവരിൽ മിക്കവരും, എനിക്കെല്ലാവരെയും അറിയില്ല, പക്ഷെ ഞാൻ ഖത്തറിലാണ് താമസിക്കുന്നത് കുറേ കാലങ്ങളായി. നിങ്ങളെപ്പോലെ ഒരല്പമൊക്കെ ഇങ്ങനെ പൊതു കാര്യങ്ങളുമായി ബന്ധപ്പെടാറുണ്ട്. പല രക്ഷകർത്താക്കളും അവരുടെ ജീവിതത്തിലെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പങ്കുവെക്കാറുണ്ട്. അറിയാം, കുറെ കുട്ടികളും പങ്കുവെക്കാറുണ്ട് പലപ്പോഴും പല കാര്യങ്ങളും, പല വിഷയങ്ങളും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഈ ക്ലാസ് അവസാനിച്ചു പോകുന്നത് ഇതൊരു അവസാനത്തെ വാക്കായിട്ടല്ല, ഇതൊരു തുടക്കമാണ്. ഇതൊരു തുടക്കം. CISന്റെ കയ്യിൽ, MGMന്റെ കയ്യിൽ, ഇസ്ലാഹി സെന്ററിന്റെ പക്കൽ
ഈ മക്കളുടെ നല്ല ഭാവിക്കുതകുന്ന ഒരുപാട് പദ്ധതികളും പരിപാടികളുമുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങളെ മക്കളെ ഞങ്ങളെ ഏൽപ്പിച്ചു തരിക. എല്ലാം ഏൽക്കുന്നു, നിങ്ങൾക്ക് പൂർണ്ണമായി ഉത്തരവാദിത്തം ഒഴിയാമെന്ന അർത്ഥത്തിനല്ല. ഞങ്ങൾക്ക് ഇവരെ ഏത് വഴിക്ക് കൊണ്ടുപോകണമെന്നതിന് വ്യക്തമായ രൂപരേഖകളുണ്ട്. അത് MGMന്റെ പക്കലുണ്ട്, ഇസ്ലാഹി സെന്ററിന്റെ പക്കലുണ്ട്, CESന്റെ പക്കലുണ്ട്, ഞങ്ങളുടെ യോജന വിഭാഗമായ ഫോക്കസിന്റെ പക്കലുമുണ്ട്. ആ കുട്ടികൾ നിങ്ങൾക്ക് ഉപകരിക്കും വിധം, ഈ സമുദായത്തിന് ഉപകരിക്കും വിധം ഞങ്ങൾ ഒരിക്കലും ഈ മക്കളെ നിങ്ങളുടെ മക്കളായി കണക്കാക്കില്ല. ഞങ്ങളുടെ മക്കൾ എന്ന ഭാവത്തിലേക്ക് പെരുമാറും. ഇതാണ്. ഒരു വാക്കുകൂടി ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ നിങ്ങൾക്ക് ഈ മക്കളെ തൃപ്തിപ്പെടുത്തി നിങ്ങൾക്ക് പറ്റുന്നവരാക്കി മാറ്റണമല്ലേ ഈ കുട്ടികളെ? എങ്ങനെയാണ് നിങ്ങൾ ഈ കുട്ടികളെ തൃപ്തി ആഗ്രഹിക്കുന്നത്, തേടുന്നത്? ഈ കുട്ടികൾക്ക് പണം കൊടുത്തിട്ടാ? മോൻ ഇഷ്ടമാണ്, ഉപ്പാനക്ക് ഇഷ്ടമാവണം, മോൻക്ക് ഉപ്പാനോട് ഇഷ്ടമാവണം, ഉമ്മാനോട് ഇഷ്ടമാവണം, അതിന് ചോദിക്കുന്ന മാതിരി പൈസ കൊടുക്കാന്ന് വിചാരിക്കുക. പൈസ മുടങ്ങുമ്പോൾ കുട്ടിയുടെ സ്വഭാവം മാറും. അവന്റെ എല്ലാ ഇഷ്ടത്തിനും ആടിക്കൊടുക്കുക, അവരുടെ എല്ലാ ഇഷ്ടത്തിനും നിന്ന് കൊടുക്കുക. കുഴപ്പമില്ല, ഇഷ്ടത്തിന് നിൽക്കാത്തൊരു സമയം ഉണ്ടാവുമല്ലോ, അന്നേരം എല്ലാം സ്വഭാവം മാറും. എന്ന് വെച്ചാൽ ഈ മക്കളെ നിങ്ങൾക്ക് ഉപകരിക്കും വിധത്തിലാക്കി മാറ്റാൻ നിങ്ങളെ പക്കൽ ആകെയുള്ള ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അതെന്താണെന്നറിയോ? ഈ മക്കളെ പടച്ചവനെ ഭയപ്പെടുന്ന, അള്ളാന്റെ കൽപ്പനകൾ ബഹുമാനിക്കുന്ന, ഇസ്ലാമിക അധ്യാപനങ്ങളെ സ്വീകരിക്കുന്നവരാക്കി മാറ്റിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ മക്കളെ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാനുള്ള വഴി. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. എൻ്റെ രക്ഷകർത്താക്കളോട്, ഉമ്മമാരോട്. ചില കുട്ടികൾ പറയാറുണ്ട്, ഇതിന് വിചാരിക്കും ഇയാൾക്ക് തന്നെയാണ് പണി, കുട്ടികളോടൊക്കെ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കലാണെന്ന്. അയ്യേ, ഒരിക്കലും ആ ജാതി ഒരു അബദ്ധം ചെയ്യില്ല. ഈ കുട്ടികളോട് ചോദിച്ചു നോക്ക്, എന്താണ് അമ്മാൻ്റെ സ്വഭാവം, ഉപ്പാൻ്റെ സ്വഭാവം എന്ന് ഞങ്ങളാരും ചോദിക്കില്ല. ചിലപ്പോൾ ഞങ്ങളിങ്ങനെ ക്ലാസ്സിലൊക്കെ ചോദിക്കും, എടാ ഒന്ന് സുബഹി നിസ്കരിച്ചോ? ഇല്ല. ഒരു ക്ലാസ്സിൽ ആരും നിസ്കരിച്ചില്ല. എന്തേന്ന് സുബഹി നിസ്കരിക്കാന്ന്? പെരയിൽ ആരും എഴുന്നേറ്റിയില്ല. പിന്നെപ്പൊന്നും ചെയ്യാൻ വരും. അത് ഞങ്ങൾ അറിഞ്ഞു പോയതാ. ഒരു ഉദാഹരണം പറഞ്ഞതാ. അങ്ങനെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു പഴയ കുട്ടി എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ കുട്ടിയെ, അല്ലാതെ കേടുവന്ന് പഴയതായതല്ല എന്നർത്ഥം. ആ കുട്ടി അല്പം മന്ദബുദ്ധിയൊക്കെയുള്ള കുട്ടിയാണ്. ആ കുട്ടി പറയും, ഉസ്താദ് നിങ്ങളറിയോ, വീട്ടിലത്തെ എല്ലാ പണിയും എന്നെ കൊണ്ടാ ചെയ്യിക്കല്. എന്നാ എനിക്കൊരു നല്ല ഡ്രസ്സും വാങ്ങി തരൂല, ഇന്നെ പുറത്തേക്കും കൊണ്ടുപോകില്ല, ഒരു സ്ഥലത്തേക്കും കൊണ്ടുപോകില്ല. എന്താ ഞാൻ ചെയ്യുക ഉസ്താദേ? മനസ്സെന്ന് മായാതെ കിടക്കുന്ന ചില തേങ്ങലുകളാണതൊക്കെ. എനിക്കവിടെ ചെയ്യാനായിരുന്നത് ആ കുട്ടിയുടെ രക്ഷകർത്താക്കളെ വിളിച്ചിട്ട് അല്പം കൂടി ആ കുട്ടിയോട്, ഒരു കുട്ടി കണ്ണ് കാണാത്തവനായത് ആ കുട്ടിയുടെ തകരാറാണ്. ഒരു കുട്ടിക്ക് പോളിയോ വന്നത് ആ കുട്ടിയുടെ തകരാറാണ്. ഒരു കുട്ടിക്ക് സംസാരശേഷി ഇല്ലാതെയായി പോയത് ആ കുട്ടിയുടെ തകരാറാണ്. എന്തിനായി കുട്ടികളോട് വിവേചനം? ഇവൾക്ക് കണ്ണ് കാണില്ല, ഇവന് സംസാരശേഷിയില്ല, ഇവൻ അല്പം മന്ദബുദ്ധിയാണ്. ആ കുട്ടിയെ എല്ലായിടത്തും കൂട്ടിക്കൊണ്ടുപോകണം, എല്ലായിടത്തും. എനിക്ക് അങ്ങനത്തെ ഒരു മകനുണ്ടെങ്കിൽ അത് നാലാൾ അറിയുന്നതിന് ഞാൻ എന്തിനാ നാണിക്കുന്നത്? എന്തിനു നാണിക്കണം? ഇവൻ എൻ്റെ ഇക്കാക്കയാണ്, ഇവൾ എൻ്റെ അനിയത്തിയാണെന്ന് പറയാൻ, അംഗവൈകല്യമുള്ള ഒരു കുട്ടിയെപ്പറ്റി ഇവൻ എൻ്റെ സഹോദരനാണ്, സഹോദരിയാണെന്ന് പറയാൻ നമ്മൾ എന്തിനാ നാണിക്കുന്നത്? നമ്മുടെ ഗർഭത്തിൽ പിറന്ന, നമ്മുടെ ഉമ്മാക്ക് പിറന്ന, നമ്മുടെ ഉപ്പാക്ക് പിറന്ന, നമ്മുടെ സ്വന്തം രക്തത്തിൽ പിറന്ന ആ കുഞ്ഞിനെ അന്യനായിട്ടാ കാണുന്നത്. നമ്മൾ വയസ്സായ ആൾക്കാരോട് ഇങ്ങനെ കാണിക്കലുണ്ട്. വല്ലിപ്പാക്ക് ചോറ് നേരത്തെ തരട്ടെ എന്നാ ചോദിക്കാം. വല്ലിപ്പ വീട്ടിലൊരു സദസ്സൊക്കെ സദ്യയൊക്കെ നടക്കുമ്പോഴേ വല്ലിപ്പ അബദ്ധത്തിലെങ്ങാനും വന്നിരിക്കരുത്, നമുക്ക് ബുദ്ധിയുണ്ട്. കാരണം വല്ലിപ്പ എന്താ പറയാ, ചൂടുവെള്ളം കൊണ്ടുവരുമെന്ന് പറയും. അത് കൊണ്ടേ കൊടുക്കുമ്പോൾ ആരെന്നോട് ചൂടുവെള്ളം ചോദിച്ച് പച്ചവെള്ളം കൊണ്ടുവരാതെ. പിന്നെ പറയും കയ്യിലെടുക്കുന്നു, കയ്യിലേറ്റിലും പറയും ഞാൻ സ്പൂണല്ലേ ചോദിച്ചത്. നമ്മളൊക്കെ എത്തും വിധിയുണ്ടെങ്കിൽ അവിടെ ബേജാറാവണ്ട. അപ്പൊ ഇതൊരു സദസ്സിൽ തിരക്കുന്നതല്ലല്ലോ. പിന്നെ വല്ലിപ്പ പറയാൻ പാടില്ലാത്തൊക്കെ പറയും. ചിലപ്പോൾ നമ്മളെ ഒരു മകന്റെ കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ട് ഒരു വിരുന്നുകൂട്ടർ വന്ന് വിചാരിക്കും. അപ്പോഴാവുമ്പോൾ പറയാം, ഈ കുരുത്തം കെട്ടാൻ കുറെ കാലമായി ഗൾഫിൽ പണം പിടിച്ചില്ല. ഇത് വരുന്നവരോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഉപ്പാനെ പേടിച്ചിട്ട് നമ്മളെന്താ ചെയ്യാന്ന് പറയും, ഉപ്പാക്ക് നേരത്തെ ചോറ് കൊടുത്തിട്ട് ഉപ്പാനാത്തിരുത്തും. ഉപ്പാക്ക് മനസ്സിലാവതൊക്കെ, നമ്മളാണെങ്കിൽ മനസ്സിലാവൂലേ? നമ്മളോട് നമ്മൾ വയസ്സായ ഒരു സമയത്ത് വല്ലിപ്പായപ്പോ നമ്മളെ മക്കൾ ഈ നമ്പർ എടുത്താൽ നമുക്ക് മനസ്സിലാവില്ലേ, എടാ ഇപ്പാക്കാടാ വിളവുത്തിടത്, എനിക്കറിയില്ലടാ എൻ്റെ തട്ടിപ്പൊക്കെ. എന്നാ അവിടെ തന്നേക്ക്. അതിനർത്ഥം അറിയോ, ഉപ്പ അബദ്ധത്തിനെങ്ങാനും അങ്ങോട്ട് വന്നേക്കരുത് എന്നാ. ഖുർആൻ സംസാരിച്ചു ഈ വിഷയങ്ങളൊക്കെ. അതല്ലേ അംഗവൈകല്യമുള്ളവന്റെയും കണ്ണ് കാണാത്തവന്റെയും കൂടി ഒക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ഖുർആനിലായത്ത്. സുബ്ഹാനല്ലാഹ്. കണ്ണ് കാണാത്തവന്റെ കൂടെ ഭക്ഷണം കഴിച്ച ഓൻ വെറുതെ പാത്രത്തിലൊക്കെ കൈയിടൂ, കണ്ണ് കാണാതെ. അതൊന്നൊരു മുഷിപ്പായി കാണരുത്. ഓരങ്ങൾ കൂട്ടത്ത് കൂട്ടണോ അത്
ഇതാ കിതാബ് ഖുർആൻ. അതുകൊണ്ട്